നമ്മൾ കടയിൽ അപ്പവും ഇടിയപ്പം പൊറോട്ടയും പുറത്തുനിന്നാണ്ട് വാങ്ങിക്കണം. ഇന്നാണെങ്കിലേ വൈകുന്നേരം ഇട്ടും പൊറോട്ട തീർന്നില്ല. ഞാൻ നോക്കുമ്പോഴേ ഒരു 5-6 ബാക്കിയുണ്ട് കേട്ടോ. ഇത് കല്ല് പോലെ ഇരിക്കുകയും ചെയ്യണേണ്. ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ല. പിന്നെ ഇത് ചൂടാക്കി കഴിയുമ്പോൾ പിന്നെയും കല്ല് പോലെ. എന്നാൽ പിന്നെ ഇത് മിക്സർ ജാറിലേക്ക് കണ്ടമുണ്ടാവും വെട്ടിക്കണ്ടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതും വെച്ച് വൈകുന്നേരത്തേക്ക് ഒരു ചായക്കടി ഉണ്ടാക്കാം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പച്ചക്കപ്പുണ്ട് എന്ന് വെച്ച് അതൊന്ന് വറുത്ത് കോരി മാറ്റണ്ട കേട്ടോ. ആ എണ്ണയിലേക്ക് ഞാൻ ഒരു സവാള വെട്ടിക്കണ്ടിച്ചിട്ടതും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും പിന്നെ ഒരു 2 പച്ചമുളക് അരിഞ്ഞതിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇടിച്ച മുളകും ചിക്കൻ്റെ ടേസ്റ്റ് ഉണ്ടാക്കി ചിക്കൻ മസാലയും ഇട്ട് കൊടുത്ത് അതേപോലെ മുട്ട പൊട്ടിച്ച് വെച്ച് അതിലേക്ക് ഒരു തോട് വീണിട്ട് അതൊക്കെ എടുത്ത് ഞാൻ മാറ്റിയിട്ടാണ് ചിക്കി പൊരിച്ചെടുത്തത്. എന്നിട്ട് ഈ നമ്മുടെ പൊറോട്ട പൊടിച്ചതും കപ്പലിൻ്റെ വറുത്തതും കൂടി ഇട്ട് കൊടുത്തിട്ടാ. അങ്ങനെ ഞങ്ങളുടെ പൊറോട്ട ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിട്ട പേരാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കട്ടൻ ചായയൊക്കെ കൂട്ടി 3 നേരം കൂടി കുടിക്കണേന്. ഞാൻ നേരത്തെ ഒന്നും ഉണ്ടാക്കി പരിചയമില്ല. അപ്പം തോന്നിയ കാര്യം അപ്പം ഉണ്ടാക്കി നല്ല രസമുണ്ടായിരുന്നു. ഈ നമ്മുടെ പൊറോട്ടയോ അതേപോലെ ചപ്പാത്തിയൊക്കെ ബാക്കി വരണമെങ്കിൽ ഇതെല്ലാം ഉണ്ടാക്കിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും.